ഇവനാണെങ്കിൽ പല തവണകളിലായിട്ട് അപകടങ്ങളിൽ പെടാറുണ്ട്. അവൻ എപ്പോഴൊക്കെ അപകടങ്ങളിൽ പെടാറുണ്ടോ അപ്പോൾ അവൻ്റെ ബോയ് ഫ്രണ്ടാണ് അവനെ സേവ് ചെയ്യുന്നത്. അതുപോലെ എന്ത് അപകടം വന്നാലും ആദ്യം ഇവൻ രക്ഷിക്കാനായിട്ട് വിളിക്കുന്നതും അവനെ തന്നെയാണ്. ഒരു ദിവസം ഇവൻ്റെ വീട്ടിൽ രാത്രി കിച്ചണിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിൽ ആരോ ഉള്ളതുപോലെ അവന് ഫീലാവുന്നുണ്ട്. അങ്ങനെ അവൻ വളരെ പേടിച്ച് പതുക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയോ പ്രസൻസ് അവന് മനസ്സിലാവുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അവൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ വിളിച്ച് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന ആൾ അവനെ ബാക്കിൽ നിന്നും അറ്റാക്ക് ചെയ്യുകയാണ്. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരുക്കി അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവൻ്റെ ബോയ് ഫ്രണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് സൗണ്ടോ കാര്യങ്ങളൊന്നോ കേൾക്കാത്തത് കൊണ്ട് തന്നെ അവൻ എന്തോ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒരാൾ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ് ഇവൻ കാണുന്നത്. ഉടനെ തന്നെ അയാളെ അറ്റാക്ക് ചെയ്തിട്ട് അവനെ അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരാൾ അവനെ കുത്തിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ടെറസിൻ്റെ മുകളിൽ വച്ചിട്ട് അവൻ എന്തോ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ്റെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വരുന്നുണ്ട്. പക്ഷേ ആ ക്രിമിനലാണെങ്കിൽ അവനക്ക് നേരെ തിരിഞ്ഞിട്ട് അവനെ കൊല്ലാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവനും പെട്ടെന്ന് അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ കൈ കയറി പിടിക്കുമ്പോൾ ആ ക്രിമിനൽ അവനെ തന്നെ കുത്തിയാണ്. അപ്പം തന്നെ അവൻ്റെ ബോയ് ഫ്രണ്ട് വന്നിട്ട് ആ ക്രിമിനലിനെ ചവിട്ടി താഴെ ഇട്ടതിന് ശേഷം അവനെ പിടിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ അവന് കുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ആഴത്തിലുള്ള മുറിവായിരുന്നു. ആ സമയത്ത് തന്നെ ഇവൻ്റെ ബോധവും പോകുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ആംബുലൻസിനെ വിളിച്ച് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇവൻ്റെ ഈ കണ്ടീഷൻ ആലോചിച്ചിട്ട് ഇവൻ്റെ ബോയ് ഫ്രണ്ട് ഒരുപാട് പാനിക്കാവുകയും കരയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ കുറച്ച് ദിവസം കോമയിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അവൻ ബോധത്തിലേക്ക് തിരിച്ചു വരികയും അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ഒന്നാവുകയും അവർ ഹാപ്പിയായിട്ട് അവരെ ലൈഫ് ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് ക്ലൈമാക്സ് എപ്പിസോഡായിരുന്നു. അവർ രണ്ടുപേരും ഹാപ്പിയായിട്ട് ജീവിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഡ്രാമ നിർത്തുന്നത്. ഇതൊരു കൊറിയൻ BL ഡ്രാമയാണ്. 2026 റിലീസായിട്ടുള്ള ഡ്രാമയാണ്. 10 എപ്പിസോഡുകളും റിലീസായിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രാമയാണ്. ഒരുപാട് ആക്ഷൻ സീക്വൻസൊക്കെ ഈ ഒരു ഡ്രാമയിലുണ്ട്. എല്ലാവരും ഈ ഡ്രാമ കാണാൻ ശ്രമിക്കുക. ഓൺ ടച്ച് ആപ്പിൽ ഈ ഡ്രാമ അവൈലബിൾ ആണ്. ഒരുപാട് ആക്ഷൻ സീക്വൻസൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.